ഇന്നത്തെ ആ ഒരു ടാസ്കിലെ റോക്കിയുടെ പെർഫോമൻസ് എന്തായാലും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു. അതായത് വളരെ രസകരമായിട്ട് അത് റോക്കി ചെയ്തു. അതിൽ ശരിതെറ്റുകൾ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായമായിരിക്കാം. അതായത് ലാലേട്ടൻ പറഞ്ഞല്ലോ, ഓരോരുത്തരെയും പ്രേക്ഷകർ എങ്ങനെയാണ് കാണുന്നത്, സീറോ ഹീറോ സൂപ്പർ സ്റ്റാർ ഇങ്ങനെയാണ് കൊടുത്തത്. കുറേ പേരൊക്കെ സൂപ്പർ സ്റ്റാറും കുറേ പേര് ഹീറോ ആണെന്നൊക്കെ സ്വയം പറഞ്ഞു. രതീഷ് സീറോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ എല്ലാവരും പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ഗബ്രി സ്വയം അദ്ദേഹം സീറോ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ റോക്കിക്ക് അവിടെ ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റി. അതായത് ഈ പവർ റൂമിലുള്ള മെമ്പേഴ്സിന് മറ്റുള്ളവർ വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിനെ എതിർക്കാനും മാറ്റിവെക്കാനും, അതായത് ഹീറോ വെച്ചവനെ സീറോ ആക്കാനുമുള്ള പവർ ഉണ്ട്. അതുപോലെ പവർ റൂം മെമ്പേഴ്സ് അവരുടെ പൊസിഷൻ എടുത്ത് വെക്കുമ്പോൾ വേണമെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനും അതിനെ എതിർക്കാം. അപ്പോൾ നമ്മുടെ ഗബ്രി വെച്ചപ്പോൾ റോക്കി അതിനെ എതിർക്കുകയും എതിർത്തതിന് ശേഷം റോക്കി പറഞ്ഞത്, വിശക്കുന്നവന് ആഹാരം നിഷേധിക്കുന്ന ഒരാൾ എങ്ങനെ ഹീറോ ആവും? നീ ഒരിക്കലും ഒരു ഹീറോയല്ല. കാരണം നീ രതീഷിന് ഭക്ഷണം നിഷേധിക്കുകയും അതേപോലെ തന്നെ ലേറ്റായിട്ട് വന്ന ജാസ്മിന് ആ ഭക്ഷണം എടുത്ത് മാറ്റി വെച്ചിട്ട് നീ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരാളുടെ ഭക്ഷണം നീ നിഷേധിച്ചിട്ട് വേറൊരാൾക്ക് നീ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നീ ഇവിടെ ഫേവറിസം കാണിച്ചു. അപ്പോൾ നീ ഒരിക്കലും ഒരു ഹീറോ അല്ല എന്ന് റോക്കി പറയുന്നുണ്ട്. രണ്ടാമത്, ഒരു പെൺകുട്ടിയെ ഒരു സ്ലേവിനെ പോലെ നീ അവരോട് പെരുമാറുകയും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ധാർഷ്ട്യത്തോടെ അവരോട് സംസാരിക്കുകയും ചെയ്തു. അതായത് അൻസിബയുടെ കേസാണ് പറയുന്നത്. അപ്പോൾ ആ വെള്ളം എടുക്കാൻ പറഞ്ഞ ആ ഇഷ്യൂ, അപ്പോൾ അങ്ങനെയും ആ ഒരു ആരോപണം കൂടെ ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മുടെ റോക്കി ഗബ്രിയുടെ നേരെ ഉന്നയിക്കുകയാണ്. അപ്പോൾ രതീഷിൻ്റെയും കൂടെ പേരെടുത്തിട്ട് റോക്കി അത് ഗംഭീരമായിട്ടൊരു പ്ലേ അവിടെ കളിച്ചു. എന്നിട്ട് ഹീറോ വച്ചിരുന്ന നമ്മുടെ ഗബ്രിയുടെ ആ ഒരു ഹീറോ എടുത്ത് മാറ്റിയിട്ട് ലാലേട്ടൻ്റെ അനുവാദത്തോടെ സീറോ ആക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഗെയിം ചേഞ്ചിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ടാസ്കിൽ റോക്കി വിജയിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. റോക്കി നന്നായിട്ട് ആ ഒരു സ്പേസിനെ പെർഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. അത് ഗെയിമാണ്, അത് വളരെ കിടിലൻ ഗെയിമാണ്. ആരും കളിക്കാൻ മടിച്ചൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നി. മറ്റൊരു കാര്യം, റോക്കി സംസാരിച്ചപ്പോഴാണെങ്കിലും ലാസ്റ്റ് റോക്കിയുടെ ആ ഒരു ഹീറോ എന്ന് പറയുന്ന ടാഗ് ലൈൻ എടുത്ത് വെച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ തലയിൽ പല നിറങ്ങളുണ്ട്, പക്ഷേ ഞാനിവിടെ നിൽക്കുന്നത് തനി നിറത്തിലാണ്, ഇത് ഓഡിയൻസ് കാണുന്നുണ്ട്. ശരിക്കും KGFലെ റോക്കി ബായെ പോലെ മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് നമ്മുടെ റോക്കി ആസ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കളിച്ചാൽ റോക്കി ഒരുപാട് കയറി വരാൻ ചാൻസ് കാണുന്നുണ്ട്.